അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഓർക്കിഡുകളൊക്കെ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഇതിനൊന്നും പൂവില്ല അല്ലേ. അത് തന്നെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കുറേ കാലം പൂവില്ലാതെ നിൽക്കുന്ന ഓർക്കിഡ്സ് നമുക്ക് എങ്ങനെ പൂവിടിപ്പിക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഫോക്കസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് കാലം പൂവില്ലാതെ നിൽക്കുന്ന ഓർക്കിഡ്സ് ഉണ്ടാവും. അപ്പം എന്താണ് അതിന് കാരണം, അതുപോലെ തന്നെ അതിനെങ്ങനെയാണ് നമുക്ക് പൂ ഇടിപ്പിക്കാൻ പറ്റുന്നത്, അതിനുള്ള എന്തൊക്കെ ടെക്നിക്സാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ ഹൗസ് ഓഫ് ഓർക്കിഡ് എന്ന് പറഞ്ഞ ചാനൽ താഴത്ത് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലും പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസ് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മൊബൈലിൽ തന്നെ വരും. ഞാൻ പുതിയ വീഡിയോസ് ഓർക്കിഡിൻ്റെ ചെയ്യുന്നുണ്ട്. ഓർക്കിഡിൻ്റെ കെയർ, ഫ്ലവറിങ്, അതുപോലെ ഡെക്കറേഷൻ, അറേഞ്ച്മെൻറ്റ്, ഇതെല്ലാം ഞാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അവസാനം നിങ്ങൾ ലൈക്ക് ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഓർക്കിഡ് പൂക്കളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഫസ്റ്റ് തന്നെ പറയാനുള്ളത് മറ്റൊന്നുമല്ല, അതിൻ്റെ സൺലൈറ്റും വെള്ളവും ആവശ്യത്തിന് കിട്ടേണ്ടോ എന്നുള്ളൊരു ഫാക്ടറാണ്. നിങ്ങൾ ഓർക്കിഡ് വീട്ടിൻ്റെ എവിടെ സെറ്റ് ചെയ്യണോ അവിടെ നല്ല വെളിച്ചം ഉണ്ടെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഉറപ്പ് വരുത്തണം. കാരണം വെളിച്ചമില്ലെങ്കിൽ ഒരിക്കലും ഡെൻഡ്രോബിയം പോലുള്ള വെറൈറ്റിക്ക് എസ്പെഷ്യലി പൂവുണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മുടെ വേനൽക്കാലത്ത് ഡയറക്റ്റ് വെയിലിൻ്റെ അടിയിൽ ഉച്ചയ്ക്ക് ഓർക്കിഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഓർക്കിഡിൻ്റെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഇപ്പം വീടിൻ്റെ ഈ വശത്ത് ആണ് ഞാൻ ഓർക്കിഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അതുപോലെ തന്നെ വീടിൻ്റെ ഒരു വശത്ത് ഓർക്കിഡ് ആദ്യം സെറ്റ് ചെയ്ത് നോക്കുക. അവിടെ പൂവില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വീടിൻ്റെ വേറൊരു സ്ഥലത്ത് ഇതേ പൂക്കൾ കൊണ്ട് തൂക്കിയിടുക. കുറച്ച് കാലം കഴിയുമ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ സൈഡാണ് കൂടുതൽ ഓർക്കിഡിന് പൂവിടാൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മാറ്റി വെച്ച് നോക്കുക. ഇനി അതുപോലെ തന്നെ ഈ പൂവിടാനായിട്ടുള്ള വളങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മെയിൻലി ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പതുക്കെ അതിലേക്കും കിടക്കാം. അപ്പോൾ പൂവിടാനായിട്ടുള്ള ഓർക്കിഡിന് വേണ്ട എന്തൊക്കെയാണ് ന്യൂട്രിയൻസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ ഈ ഓർക്കിഡിന് നന്നായിട്ട് പൂ വരാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂട്രിയൻസിൻ്റെ പേര് ഞാൻ പറയാം. പൊട്ടാഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കാൽഷ്യം, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. വളരാനായിട്ട് നൈട്രജൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ തേങ്ങാവെള്ളം വെച്ചുള്ളൊരു നൈട്രജൻ്റെ ഒരു സൂപ്പർ ഫെർട്ടിലൈസറിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർക്കിഡ് പൂവിടാനുള്ള ഫെർട്ടിലൈസർ എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ സ്പെസിഫിക്കലി നോക്കുന്നത്. ഇതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. മുട്ടത്തോട് എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ കാൽഷ്യം ഉണ്ട് അല്ലേ. ആ കാൽഷ്യം നമ്മുടെ ചെടീനെ സഹായിക്കും. അപ്പോൾ ഒരു 5-6 മുട്ടത്തോടെടുത്ത് ഒരു ദിവസം 1.5 ദിവസം വച്ച് കഴിഞ്ഞ് നമുക്ക് പിന്നെ അത് തളിക്കുമ്പോഴോ ഏകദേശം ഒരു അത്രയും തന്നെ വെള്ളം അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടോ, അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ വെള്ളമായാലും കുഴപ്പമില്ല. എത്ര ഡൈല്യൂട്ടാണോ അത്രയും നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കൂടുതൽ കോൺസെൻട്രേഷനുള്ള വളം കുറച്ച് പ്രാവശ്യം തളിക്കുന്നതല്ല അതിൻ്റെ ഗുണം. പക്ഷേ കോൺസെൻട്രേഷൻ കുറച്ചുള്ള വളം കൂടുതൽ തവണ തളിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പൂവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു ചെറിയ പോയിന്റ് വളരാനുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവണം, പക്ഷേ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. നൈട്രജൻ എന്നുള്ളൊരു കോമ്പണൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൂവിന് നന്നായിട്ട് തഴച്ച് വളരാൻ. ഏത് ചെടിക്കും, ഓർക്കിഡിന് മാത്രമല്ല വേറെ ഏത് ചെടിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പണൻ്റാണ് നൈട്രജൻ. നൈട്രജൻ ഉള്ള ഒരു നമ്മൾ ഡെയിലി ഉപയോഗിച്ച് കഴിഞ്ഞ് അത് കളയുന്ന ഒരു വസ്തുണ്ട്, മറ്റൊന്നുമല്ല ചായപ്പിണ്ടിയാണത്. അപ്പോൾ 1 കപ്പ് ചായപ്പിണ്ടി ഏകദേശം 5 കപ്പ് വെള്ളത്തിൽ എന്ന് വെച്ചാൽ 5-6 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഏകദേശം ഒരു ദിവസം വയ്ക്കുക. അങ്ങനെ ഒരു ദിവസം വച്ച് കഴിഞ്ഞ് അത് അടുത്ത ദിവസം ഓർക്കിഡിന് മൊത്തം തളിച്ച് കൊടുക്കുക. അങ്ങനെ തളിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ തണ്ടിലും ഇലയിലും അതുപോലെ തന്നെ ഈ ഏരിയൽ റൂട്ട്സിലും നന്നായിട്ട് തളിച്ച് കൊടുക്കണം. പക്ഷെ പൂവിൽ കൊള്ളരുത്. പൂവിൽ കൊണ്ടു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമാണ് ഈ പൂവിൽ നിന്ന് നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞു പോകും. ഇനി പൂവിടാനുള്ള വേറൊരു ടെക്നിക്ക് നമുക്ക് കപ്പലണ്ടി പിണ്ണാക്കാണ്. എഗെയിൻ കപ്പലണ്ടി പിണ്ണാക്ക് എന്ന് പറയുന്നത് ഒരുപാട് പൂക്കൾക്കും അതുപോലെ തന്നെ വെജിറ്റബിൾസിനും ഒക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു വളമാണ്. പക്ഷെ ഓർക്കിഡിനും ഇത് നമുക്ക് ഉപയോഗിക്കാം. ഒരു ചെറിയ വ്യത്യാസം, ഓർക്കിഡ് നമുക്കറിയാം മണ്ണിലല്ല വളരുന്നത്. അതുകൊണ്ട് തന്നെ കപ്പലണ്ടി പിണ്ണാക്ക് ലിക്വിഡ് ഫോമിൽ സ്പ്രേ ചെയ്യണം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ കപ്പലണ്ടി പിണ്ണാക്ക് ഏകദേശം 1 പിടി കപ്പലണ്ടി പിണ്ണാക്ക് നിങ്ങൾ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 2-3 ദിവസം വയ്ക്കുക. കാരണം ഇത് ഫെർമെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ പുളിച്ച് കഴിയുമ്പോൾ അതിന് വീര്യം കൂടും. അതിനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അതിലേക്കൊരു
ഒരിരട്ടിയോ 2 ഇരട്ടിയോ വെള്ളം നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം. സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇതിൻ്റെ ഇലയിലും ഇതിൻ്റെ തണ്ടിലും അതുപോലെ തന്നെ ഈ പുറത്തേക്ക് നിൽക്കുന്ന റൂട്ട്സിലും നമ്മൾ സ്പ്രേ ചെയ്യണം. കണ്ടോ, ഇതുപോലത്തെ റൂട്ട്സിൽ കൂടെ ഇത് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുക ഓർക്കിഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഓർക്കിഡ് ഫ്ലവർ ചെയ്യാനുള്ള മേജർ ടെക്നിക്ക്. അതിനൊപ്പം തന്നെ ഞാൻ പറയാം, ഒന്നും കൂടി ഞാൻ പറയുന്നു, സൺലൈറ്റും അതുപോലെ തന്നെ ഇതുപോലെ ഓർക്കിഡിൻ്റെ വേരുകളെ നമ്മൾ ഡ്രൈ ആവാൻ സമ്മതിക്കരുത്. ഡ്രൈ ആവുന്ന സമയത്ത് തന്നെ അതിന് വെള്ളം ലഭിച്ചു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. വേനൽക്കാലത്തൊക്കെ അറ്റ്ലീസ്റ്റ് ദിവസം ഒരു തവണയെങ്കിലും നനച്ചു കൊടുക്കുക. അതിൻ്റെ അടി ഡ്രൈ ആവാതെ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ കാലം പൂവില്ലാതെ നിൽക്കുന്ന ഓർക്കിഡും ഡെഫിനറ്റ്ലി പൂ വരും. അപ്പോൾ ഈ ടെക്നിക്സ് ഒക്കെ പരീക്ഷിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോണിൽ വരും. അതുപോലെ എന്ത് ഓർക്കിഡ് സംബന്ധമായ സംശയങ്ങളും താഴത്ത് കമൻറ്റിൽ ചോദിക്കുക. അതിനുള്ള ആൻസറായിട്ട് ഞാൻ വരും. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.